സ്തുതിയായിരിക്കട്ടെ. ഞാൻ സിസ്റ്റർ വസുധ, ദീനസേവന സഭ അംഗമാണ്. ഞാൻ 45 വർഷമായിട്ട് നോർത്ത് ഇന്ത്യയിൽ ജോലി ചെയ്തു വരുന്നു. ഇപ്പോൾ ഞാൻ പ്രവർത്തിക്കുന്നത് റായഗഡ രൂപതയിൽ ലായിഗുഡ പാരീഷിൽ ആതുരസേവനവും മറ്റുള്ള എല്ലാ ജോലികളുമായി മുന്നോട്ട് പോകുന്നു. ഞാൻ അമൽജ്യോതി പ്രൊവിൻസിൽ ജാൻസിക്ക് സുപ്പീരിയേഴ്സ് മീറ്റിങ്ങിന് വേണ്ടി പോയ അവസരത്തിൽ ഏപ്രിൽ 27-ാം തീയതി ഇവിടുന്ന് യാത്ര തിരിക്കുകയും 5 ദിവസത്തെ മീറ്റിങ്ങിന് ശേഷം മെയ് 2-ാം തീയതി തിരിച്ച് റായഗഡയ്ക്ക് യാത്ര ചെയ്യാൻ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. അന്ന് പോരാൻ വേണ്ടി ഒരുങ്ങുമ്പോൾ ട്രെയിൻ ക്യാൻസലാണ് 8-ാം തീയതി വരെ എന്ന വിവരം കിട്ടി. ഉടനെ ഞാൻ 9-ാം തീയതിക്കുള്ള സമത എക്സ്പ്രസ്സിന് ടിക്കറ്റ് ബുക്ക് ചെയ്തു. വന്ന വഴിക്ക് 10-ാം തീയതി റായ്പൂർ സ്റ്റേഷനും മഹാസമുണ്ടിനും ഇടയ്ക്ക് ഒരു സംഭവം ട്രെയിനിൽ നടന്നു. ഈ സംഭവത്തെക്കുറിച്ച് ഷാലോൺ TV എന്നോട് ആവശ്യപ്പെട്ടതനുസരിച്ച് ഞാൻ ഇത് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. റായ്പൂരിനും മഹാസമുണ്ടിനും ഇടയ്ക്കായിട്ട് ഏകദേശം 6:45-ന് ഞങ്ങളുടെ അടുത്തുള്ള S3 കമ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഞങ്ങളുടെ കോൺഗ്രിഗേഷനിലുള്ള ഒരു സിസ്റ്റർ എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നുണ്ടായിരുന്നു. ആ സിസ്റ്റർ S3-ലും ഞാൻ S2-ലുമായിരുന്നു. സിസ്റ്റർ ഓടി എൻ്റെ അടുക്കൽ വന്നു പറഞ്ഞു, സിസ്റ്ററെ, എൻ്റെ അടുത്തിരിക്കുന്ന ഒരു സ്ത്രീ പ്രസവ വേദന കൊണ്ട് പുളയുകയാണ്, ഒന്ന് വന്ന് നോക്കുവോ എന്ന് എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ ആദ്യമൊന്ന് വിഷമിച്ചു. കാരണം യാതൊരു ഉപകരണവും എൻ്റെ കയ്യിലില്ലായിരുന്നു. എങ്കിലും ഞാൻ വന്ന് നോക്കാം എന്ന് പറഞ്ഞ് സിസ്റ്ററിൻ്റെ ആജ്ഞ അനുസാർ ഞാൻ സിസ്റ്ററിൻ്റെ കൂടെ ആ S3 കമ്പാർട്ട്മെൻറ്റിൽ ചെന്നു. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ച വളരെ വേദനീയജനകമായിരുന്നു. ആ സ്ത്രീ വേദന കൊണ്ട് പുളയുന്നു. ആരും സഹായത്തിനില്ല. വെറും മൂത്ത കൊച്ച് 4 വയസ്സുള്ള ഒരു കൊച്ചും 15 വയസ്സുള്ള അതിൻ്റെ അനുജത്തിയും മാത്രം കൂട്ടിനുണ്ടായിരുന്നു. അവസാനം ഞാൻ ആ സ്ത്രീയുടെ അടുത്ത് ചെന്നപ്പോൾ എനിക്ക് വളരെ പേടി തോന്നി. കാരണം ഫ്ലൂയിഡ് നേരത്തെ പോയിരുന്നു. കുഞ്ഞിൻ്റെ തല പുറത്ത് കണ്ട് ആ തല ഉണങ്ങിയിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി, ഫ്ലൂയിഡ് ഇല്ലാതെ. ഉടനെ തന്നെ ഞാൻ മാതാവിനോടും ഞങ്ങളുടെ ഫൗണ്ടറസായ സെർവൻ്റ് ഓഫ് ഗോഡ് മദർപേത്രായോടും വളരെ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട്, അമ്മേ, ഈ ദീനദാസിയുടെ കരങ്ങൾ കൊണ്ട് ഈ കാരുണ്യപ്രവൃത്തി പൂർത്തിയാക്കുവാൻ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അല്പം ധൈര്യം കിട്ടിയതുപോലെ തോന്നി. പെട്ടെന്ന് ഞാൻ ഒട്ടും മടിച്ചില്ല. ബാക്കി കാര്യങ്ങൾ എല്ലാം ചെയ്യാൻ ആരംഭിച്ചു. അവരോട് ഒരു ബെഡ്ഷീറ്റ് വാങ്ങി ഒരു മുറി പോലെ അവിടെ കെട്ടി അതിനുശേഷം ഞാൻ അസിസ്റ്റ് ചെയ്യുവാൻ തുടങ്ങി. ഉടനെ തന്നെ ഡെലിവറി നടന്നു. 3 കിലോ തൂക്കമുള്ള ഒരാൺകുഞ്ഞിനെ ആ സ്ത്രീ പ്രസവിച്ചു. ട്രെയിനിലുണ്ടായിരുന്ന എല്ലാവർക്കും വളരെ സന്തോഷം തോന്നി കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടപ്പോൾ. എങ്കിലും ഫ്ലൂയിഡ് നേരത്തെ പോയിരുന്നത് കൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. എങ്കിലും ആ സ്ത്രീയുടെ സഹകരണത്താലും ദൈവാനുഗ്രഹത്താലും ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടന്നു. അതിനുശേഷം ഞാൻ അവിടെ ഉണ്ടായിരുന്ന അവരോട് ചോദിച്ചു, ഒരു കത്രിക
ആരുടെയെങ്കിലും കയ്യിലുണ്ടെങ്കിൽ എനിക്ക് തരുമോ എന്ന്. അപ്പോൾ ഒരു പെൺകുട്ടി അവളുടെ കയ്യിലിരുന്ന ഒരു കത്രികയും അവളുടെ കയ്യിൽ ഒരു നൂല് റോളും ഉണ്ടായിരുന്നു. അതെടുത്തുകൊണ്ട് വന്ന് എൻ്റെ കയ്യിൽ തന്നു. ഉടനെ തന്നെ ഞാൻ കോട് മുറിച്ച് കെട്ടി കുഞ്ഞിനെ തുടച്ച് അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചു. ആ അമ്മയ്ക്ക് വളരെ സന്തോഷമായി. പിന്നെ അമ്മയെ ഡ്രസ്സപ്പ് ചെയ്ത് ബാക്കി കാര്യങ്ങളെല്ലാം ഭംഗിയായി ചെയ്തതിന് ശേഷം ഞാൻ എത്രയും വേഗം എൻ്റെ കമ്പാർട്ട്മെൻറ്റിലേക്ക് പോയി. ഞാൻ ഇത് ചെയ്തപ്പോൾ ഓർക്കുകയായിരുന്നു വിശുദ്ധ പൗലോസ്ലിയുടെ വാക്കുകൾ: എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കും. ആ വാക്ക് എനിക്ക് ബലം തന്നു. അതുപോലെ തന്നെ അമ്മ മാതാവിൻ്റെ ശക്തിയും അതോടൊപ്പം തന്നെ അമ്മ പേത്രായുടെ സഹായവും എല്ലാം കൊണ്ട് എനിക്ക് ഈ കാര്യം ഭംഗിയായി നടത്തുവാൻ ശക്തനായ ദൈവം എന്നെ അനുഗ്രഹിച്ചു. ദൈവനാമം വാഴ്ത്തപ്പെടട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. ഈ ജൂബിലി വർഷത്തിൽ നമുക്കെല്ലാവർക്കും ദൈവനാമം പ്രചരിപ്പിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.